ശരിക്കും ഇതാണ് സംഭവിച്ചത്. അല്ലാതെ ഞാൻ ഈ പാണ്ഡേശ്വരൻ രാജൊന്നും അല്ല. എവിടുന്നോ കിട്ടിയ പേരത്. പല്ലവിക്കൊന്നും വിശ്വാസമാണല്ലേ? എനിക്ക് പോലും ഇതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാൻ ആരാണെന്നോ എവിടെ നിന്ന് വന്നുവെന്നോ എങ്ങോട്ട് പോകുന്നുവെന്നോ ഒന്നും എനിക്ക് ഓർമ്മയില്ല. എൻ്റെ പേര് പോലും എനിക്ക് ഓർമ്മയില്ല. എനിക്ക് ഇന്ന് നടന്ന കാര്യങ്ങൾ മാത്രമേ ഓർമ്മയുള്ളൂ. പല്ലവി മാത്രം എനിക്ക് പരിചയമുള്ളൂ. ഞാൻ പറയുന്നതൊക്കെ സത്യമാണ്. എൻ്റെ ഇൻറ്റൻഷൻ എന്ത് തന്നെയാണെങ്കിലും, അതിപ്പോൾ പല്ലവിനെ ഉപദ്രവിക്കാനാണെങ്കിലും എനിക്കിപ്പോൾ ചെയ്യാറുന്നല്ലോ. എനിക്ക് വേണ്ടത് പല്ലവിയുടെ ഹെൽപ്പാണ്. പ്ലീസ്, എന്നെ എവിടെ വെച്ച് കണ്ടിട്ടെന്ന് പല്ലവി പറഞ്ഞില്ലേ? അതുകൊണ്ടാണ് ഞാൻ പല്ലവിയുടെ പിന്നാലെ വന്നത്. പ്ലീസ്, പല്ലവിക്ക് എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും, എനിക്ക് ഉറപ്പാണ്. പ്ലീസ്. സർപ്രൈസ്. സോറി, ഫ്ലാറ്റ് ചേഞ്ച് ಮಾಡಿപ്പോയി. ഒരു സർപ്രൈസ് വേസ്റ്റ് ആയി. അയ്യോ, താനിങ്ങനെ ഓടിപ്പോയി ഡോർ ഓർക്ക. ആരെങ്കിലും കണ്ടോ? എന്നെ കെട്ടിയിട്ട് റേപ്പ് ചെയ്യാന്നല്ലേ വിചാരിക്കുള്ളൂ? അയ്യോ, അല്ലെങ്കിൽ തന്നെ ആവശ്യത്തിൽ കൂടുതൽ പേര് ദോഷം ഉണ്ട് എനിക്ക്. സോറി സോറി. തനി കെട്ടൊക്കെ കഴിച്ചേ. താനീ പറഞ്ഞൊക്കെ സത്യമാണോ? സത്യമായിട്ടും സത്യമാണ്. തന്നെ കണ്ടപ്പോ തന്നെ എനിക്ക് ചെറിയൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒക്കെ അടിച്ചതാ. ചില ഇംഗ്ലീഷ് സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട് ഞാൻ ഇങ്ങനത്തെ കേസുകൾ. എന്തായാലും ഞാൻ തന്നെ കഥയൊക്കെ വിശ്വസിച്ചു. എന്നാ ശരി, താൻ പോയിക്കോ. അയ്യോ, അത് പറ്റില്ല. താൻ വിശ്വസിച്ച പോലെ ഇനി എന്നെ വേറെ ആരും വിശ്വസിക്കില്ല. പ്ലീസ്, വേറെ വഴിയില്ലഞ്ഞിട്ടാണ്. തനിക്ക് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്തോടെ പ്ലീസ്. ഞാനെന്ത് ഹെൽപ്പ് ചെയ്യാനാടോ? അല്ലെങ്കിൽ തന്നെ 1000 പ്രശ്നങ്ങളുണ്ട് എനിക്ക്. താനേ താൻ വല്ല ഡോക്ടറെ പോയി കാണും. ഇയാളെ ഞാൻ കണ്ടത്. എന്ത് പല്ലവി? എന്താ പെട്ടെന്ന്? അപ്പൊ ഇതാരാ? അത് പിന്നെ രാവിലെ വഴി സിദ്ധാർത്ഥ അയ്യർ അല്ലേ? ആണോ? അതെ, സിദ്ധാർത്ഥ അയ്യർ. തനിക്കറിയോ എന്നെ? ആരെന്ന്? എന്റെ ഹസ്ബൻഡ്. ആണോ? അന്ന് നീ പറഞ്ഞതൊക്കെ കള്ളമാണെന്നാ ഞാൻ കരുതിയത്. സിദ്ധാർത്ഥ്, സിദ്ധാർത്ഥ്, ഒരു മിനിറ്റ്. അപ്പൊ ഞാൻ സിദ്ധാർത്ഥയ്യരാണോ? പതുക്കെ. അപ്പൊ ഞാൻ സിദ്ധാർത്ഥയ്യരാണോ? അപ്പൊ ഇത്രയും സമയം പറഞ്ഞൊന്നും തനിക്ക് മനസ്സിലായില്ലേ? താനല്ല സിദ്ധാർത്ഥ അയ്യർ. അപ്പൊ അവരോട് പറഞ്ഞതോ? ഓക്കെ, ഞാൻ ഇനി ഒന്നും മറച്ചു വയ്ക്കുന്നില്ല. സിദ്ധാർത്ഥ അയ്യർ, ഹി വാസ് മൈ ലവർ. പക്ഷേ മരിച്ചുപോയി. അപ്പൊ ഞാനല്ല സിദ്ധാർത്ഥയ്യർ. എങ്ങനെയാ മരിച്ചത്? അത് ടിപ്പല്ലൂരി അടിച്ചിട്ട് നേരെ JCBയുടെ മുമ്പിൽ പോയി. അവരാരും സിദ്ധാർത്ഥ അയ്യരെ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ നുണയൊക്കെ പറയുന്നത്. വെറുതെ എന്തിനാ ഞാൻ അവരെ കൂടി വിഷമിപ്പിക്കുന്നത്? അപ്പൊ അയാൾ എന്നോട് അങ്ങോട്ട് വരണമെന്ന് പറഞ്ഞു. അത് താൻ എന്നെ ഒന്ന് സഹായിക്കണം. കുറച്ച് ദിവസം കഴിഞ്ഞാൽ താൻ ഒരു പ്രാവശ്യം കൂടി സിദ്ധാർത്ഥ അയ്യരായി എൻ്റെ കൂടെ ഒരു സ്ഥലം വരെ വരണം. വെറും 2-3 മണിക്കൂറത്തെ കാര്യമുള്ളൂ. പറ്റില്ല എന്ന് പറയരുത് പ്ലീസ്.
അപ്പൊ എന്റെ കാര്യം? ഓ തൻ്റെ കാര്യം. ആ തന്നെ ഞാൻ എവിടെ വെച്ചോ കണ്ടു എന്ന് പറഞ്ഞില്ലേ? അതെനിക്കിങ്ങനെ ചെറുതായിട്ട് ഓർമ്മ വരുന്നുണ്ട്. എവിടെ വെച്ച? എവിടെ വെച്ചാണെന്ന് ചോദിച്ചാ നമുക്ക് ആദ്യം മൈസൂരൊക്കെ ഒന്ന് കറങ്ങാം. താൻ പോയി റെഡി ആയിട്ട് വാ, ഞാൻ ഇവരെ പറഞ്ഞിട്ട് വരാം. ഞാൻ റെഡിയാ. പിന്നെ സിദ്ധാർത്ഥ എന്നുള്ള ഈ പേരൊക്കെ ഇട്ടിട്ട് ഈ കോലത്തില് നമുക്കാദ്യം ഈ കഞ്ഞി സെറ്റപ്പൊക്കെ ഒന്ന് മാറ്റാം. Madam, main occasion? മാരേജ്. രണ്ടു മൂന്ന് മിസ്സിംഗ് കേസ് ഒക്കെ കാണാറുള്ളതാ. ഇപ്പൊ എന്തോ പറ്റിയാവോ? ഞാൻ ഈ നാട്ടുകാരനല്ലെന്ന് തോന്നുന്നു. തന്റെ സ്ഥാനത്ത് ഇപ്പൊ ഞാനായിരുന്നെങ്കിലേ പുതിയൊരു പേരിട്ടൊരു പോക്കങ്ങ് പോയേനെ. ഒരു പട്ടിന് ചോദിക്കാനില്ല. അപ്പോ കേട്ടു ഫീലായിരിക്കും. എന്നാ ഞാനൊരു പോക്കങ്ങ് പോയാലോ? എന്റെ വേറെ ഒരു ഐഡിയ ഉണ്ട്. എന്താ ഐഡിയ എന്ന് പറയാ? ഇങ്ങോട്ട് തിരിഞ്ഞു നോക്ക്. മൈക്കിൾ പോനെ. അതെ, എന്തത് കൊറേ കാലയില് കണ്ടിട്ട്. ആ വാ. മൈക്കിളോ? ആദ്യത്തെ ഒറ്റനോട്ടത്തില് എനിക്ക് ആളെ മനസ്സിലായില്ല. പക്ഷെ രണ്ടാമത്തെ ഒറ്റനോട്ടത്തില് പെട്ടെന്ന് ആളെ പിടികിട്ടി. അന്ന് മോനെ കണ്ടതിന് ശേഷം പിന്നെ ഞാൻ നാട്ടിലേക്ക് തിരിച്ചു പോയില്ല. ഇവിടെ തന്നെ ആയിട്ട് കൂടി. അന്ന് പറഞ്ഞില്ലേ ബാബുന്റെ വീട്ടിൽ കൂടി എന്ന് പറഞ്ഞാ മാർക്കറ്റിൽ പോവുക, ബാബുന്റെ കുട്ടികളെ നോക്കുക, അങ്ങനൊക്കെ അങ്ങോട്ട് കൂടി. കാര്യൊന്നുമില്ല, എന്നാലും 3 നേരം ഭക്ഷണം കിട്ടുന്നുണ്ട്. അതെന്നെ ഒരു ആശ്വാസം. ഒരു പഴംപൊരി ഉണ്ടെന്നാണോ അതല്ലാന്നാണോ പഴംപൊരി? അതൊന്നും ഇവിടെ കിട്ടില്ല. ചാട്ടെന്തെങ്കിലും പറയട്ടെ. അത് കഴിക്കുന്ന സാധനമാണോ? അത് പോന്നോട്ടെ. ഒന്ന് മസാൽപുരി. പേരെന്താ പറഞ്ഞേ? ശ്രീധരൻ നായര്. അതല്ല, നേരത്തെ അങ്കിള് പിന്നെ വേറൊരു പേര് വിളിച്ചില്ലേ? ആ, ശ്രീധരൻ നായർ അത് എന്റെ പേര്. മോന്റെ പേര് മൈക്കിൾ. മൈക്കിൾ. അതിന് കൂടുതൽ വാലുണ്ടായിരുന്നില്ല. അതെന്താ? ഞാനതങ്ങ് മറന്നു. എവിടെ വെച്ചിട്ടാ ഇവനെ കണ്ടത്? ഇവിടെ വെച്ചിട്ട് മൈസൂര്, അന്ന് ബസ്സില്. പറഞ്ഞ സാധനം വന്നില്ല ഇതുവരെ. മൈക്കിൾ നല്ല പേരല്ലേ? എനിക്കത്ര ഇഷ്ടപ്പെട്ടൊന്നുമില്ല. തനിക്കത് ചേരുന്നില്ല. മൈക്കിൾ നല്ല പേര്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു പേര് മാത്രം കിട്ടിയിട്ട് എന്താ ചെയ്യാനാ? മൈസൂർ തന്നെ ഇപ്പൊ എത്ര മൈക്കിളുണ്ട്? മൈക്കിൾ ജാക്സന്റെ പേര് വരാ മൈക്കിൾ എന്നല്ലേ? അതാരാ? അത് വിട്. ഞാൻ ചോദിച്ചതിന് മറുപടി പറ. ഇനി എന്താ ചെയ്യാനാ പ്ലാൻ? അറ്റ്ലീസ്റ്റ് ഒരു പേര് കിട്ടിയില്ലേ? അത് വെച്ച് നമുക്ക് താനെന്നെ ഹെൽപ്പ് ചെയ്യില്ലേ? താൻ പക്ഷെ സിദ്ധാർത്ഥ അയ്യറാണെന്ന് പറഞ്ഞ് എന്റെ കൂടെ വരാന്ന് പറഞ്ഞിട്ടുള്ളതാ. അത് മറക്കരുത്. ഏതൊരു അമ്പലത്തിലേക്കല്ലേ? അത് ഞാൻ പറയാം. പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട്. അവിടെ വെച്ച് ഞാൻ എടോ, തന്നെ ഒരു പരിചയം ഇല്ലാതിരുന്നിട്ടും ഞാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്തില്ലേ? അപ്പൊ താനും എന്നെ ഹെൽപ്പ് ചെയ്യില്ലേ? പല്ലവി എന്റെ അടുത്ത് എന്ത് ഹെൽപ്പ് ചോദിച്ചാലും ഞാൻ ചെയ്തു തരും. പ്രോമിസ്. താൻ നാളെ എന്നെ ഒന്ന് കല്യാണം കഴിക്കണം. കല്യാണം കഴിക്കാനോ? എടോ, റിയൽ കല്യാണമൊന്നുമല്ല, ഒരു പറ്റിപ്പ് കല്യാണം. പറ്റിപ്പ് കല്യാണം? എടോ, താനിപ്പോ സിദ്ധാർത്ഥ അയ്യരല്ലേ? ആ സിദ്ധാർത്ഥ അയ്യരാണ് നാളെ എന്നെ കല്യാണം കഴിക്കാനിരുന്നത്. ചില പ്രത്യേക കാരണങ്ങൾ കാരണം പുള്ളിക്ക് നാളെ വരാൻ പറ്റില്ല. അതുകൊണ്ടാ. പിന്നെ സിദ്ധാർത്ഥ മരിച്ചിട്ടില്ലേ? യാ പാവം മരിച്ചുപോയി. തനിക്ക് തന്റെ അപ്പടുത്ത് പറഞ്ഞാ പോരെ? അത് ശരിയാവില്ല. എനിക്കെന്നെ കാശ് കിട്ടില്ല. കാശോ? എടോ, എന്റെ കല്യാണം നടന്നാലല്ലേ അപ്പ എന്റെ ഷെയർ തരൂ. എന്റെ ഷെയർ കിട്ടിയാലല്ലേ എനിക്ക് സ്പെയിനിൽ പോകാൻ പറ്റൂ.
ഭയങ്കര കോംപ്ലിക്കേഷൻ ആണ്. ഏയ് ഒരു കോംപ്ലിക്കേഷനും ഇല്ല. നാളെ രാവിലെ നമ്മൾ അമ്പലത്തിൽ പോകുന്നു, ജസ്റ്റ് ഒരു മാല ഇടുന്നു, അവിടുന്ന് എൻ്റെ വീട്ടിലേക്ക് പോകുന്നു, അപ്പ എനിക്ക് എൻ്റെ ഷെയർ തരുന്നു, അതും വാങ്ങി ഞാൻ നേരെ സ്പെയിനിലേക്ക്. സിമ്പിൾ. ആ അതിനു മുൻപ് നമ്മൾ ഈ മൈക്കിൾ ആരാണെന്ന് കണ്ടുപിടിക്കുന്നു, അത് കഴിഞ്ഞിട്ട് ഞാൻ സ്പെയിനിലേക്ക് പോകുന്നു. സിമ്പിൾ. എന്നാലും ഒരെന്നാലും ഇല്ല. തന്നെ കണ്ടത് ജയാനഗറിൽ വെച്ചിട്ടാണോന്ന് എനിക്കൊരു ചെറിയ സംശയം. അതോ ഇനി അശോക് നഗറിലാണ്? ഏയ് ജയാനഗർ തന്നെ. ഞാൻ ആലോചിക്കുമായിരുന്നേ, എനിക്ക് എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാകും. ഒരു ദിവസം ഒരാൾ എല്ലാം മറന്നു എന്ന് വെച്ചാ